മനസ്സുകളെ കുളിരണിയിച്ച് വൈശാഖ മഹോത്സവത്തിലെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നായ ഇളനീരാട്ടം കഴിഞ്ഞ ദിവസം രാത്രിയിൽ അക്കരെ സന്നിധിയിൽ നടന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഉത്തര മലബാറിലെ പല പ്രദേശങ്ങളിൽ നിന്നും കഠിനവ്രതം അനുഷ്ഠിച്ച് ഭക്തർ എഴുന്നള്ളിച്ചെത്തിച്ച് സമർപ്പിച്ച ആയിരക്കണക്കിന് ഇളനീരുകൾ. ഈ ഇളനീരുകളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെരുമാൾക്ക് അഭിഷേകം ചെയ്തത്. പാരമ്പര്യ അവകാശികളായ തണ്ടയന്മാർ സമർപ്പിച്ച ഇളനീരുകൾ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ കാര്യത്ത് കൈക്കോളന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അഭിഷേകത്തിനായി ചെത്തി ഒരുക്കി മണിത്തറയിലെ മുഖമണ്ഡപത്തിൽ കൂട്ടിവെച്ചിരുന്നു. ഇളനീർ ചെത്താനുള്ള കത്തികൾ തണ്ടയാന്മാർ ജാതിയൂർ മഠത്തിൽ നിന്ന് ഇളനീർ വെപ്പ് ദിനത്തിലാണ് പെരുമാൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. രാത്രിയിലാണ് ഇളനീരാട്ടം ഉണ്ടായിരുന്നത്. അഭിഷേകത്തിനായി ചെത്തിയൊരുക്കിയ ഇളനീരുകൾ ബ്രാഹ്മണർ ശ്രീകോവിലിനുള്ളിലേക്ക് മാറ്റിയ ശേഷം ദൈവം വരവനായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. അതിനുശേഷം കിഴക്കേ നടയിലെ കൊട്ടേരിക്കാവിൽ നിന്ന് അതിവേഗം ഓടിയെത്തിയ മുത്തപ്പൻ ദൈവം തിരുവഞ്ചിറ താണ്ടി മണിത്തറയിൽ എത്തുന്നു. തുടർന്ന് കിരാതമൂർത്തി വേഷത്തിൽ പുറങ്കലയിലെത്തുമ്പോൾ പാലക്കീഴിൽ നിന്നും ദൈവത്തിനൊപ്പം എത്തിയ ഒറ്റപ്പിലാനും സംഘവും കോവിലകം കയ്യാല താണ്ടി കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തുകൊണ്ടുപോയി. ആ സമയത്ത് മണിത്തറയ്ക്ക് മുന്നിൽ നിന്നും അരിയും കളഭവും സ്വീകരിച്ച് ഇളനീരാട്ടത്തിന് മുത്തപ്പൻ ദൈവം അനുമതി നൽകി മടങ്ങി. പാലോന്നൻ നമ്പൂതിരി രാശി വിളിച്ചതോടെയാണ് ഉഷക്കാമ്പ്രം സ്ഥാനീകൻ ഇളനീരാട്ടം ആരംഭിച്ചത്. ആദ്യമായി 3 ഇളനീർ വെട്ടിക്കൊടുത്തത് പാലോന്നൻ നമ്പൂതിരിയാണ്. ഉഷക്കാമ്പ്രം അത് വാങ്ങി പെരുമാൾക്ക് അഭിഷേകം ചെയ്തതോടെ പരികർമ്മികളായ ബ്രാഹ്മണർക്ക് ഇളനീർ വെട്ടാനുള്ള കത്തികൾ വിതരണം ചെയ്തു. അവർ ഭക്തർ സമർപ്പിച്ച ഓരോ ഇളനീരും വെട്ടി വെള്ളിക്കുടങ്ങളിലാക്കി നൽകിയത് ഉഷക്കാമ്പ്രം ഇടമുറിയാതെ പെരുമാൾക്ക് അഭിഷേകം ചെയ്തു. തീരാറായപ്പോഴും പാലോന്നൻ നമ്പൂതിരി 3 ഇളനീരുകൾ വെട്ടി അഭിഷേകത്തിന് ഉഷക്കാമ്പ്രത്തിന് നൽകി. അതും അഭിഷേകം ചെയ്തതോടെയാണ് ഇളനീരാട്ടം പൂർത്തിയായത്. ഇതോടെ 45 ദിവസമായി ഭക്തർ അനുഷ്ഠിച്ച കഠിന വ്രതത്തിനും പരിസമാപ്തിയായി. ഇളനീരാട്ടം നാളായ കഴിഞ്ഞ ദിവസം കൊട്ടിയൂർ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. പക്ഷേ വളരെ കൃത്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വോളണ്ടിയേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഗതാഗത കുരുക്കില്ലാതെ കഴിഞ്ഞ ദിവസം ഭക്തർക്ക് കൊട്ടിയൂരിൽ നിന്നും മടങ്ങാൻ സാധിച്ചു. വൈശാഖ മഹോത്സവത്തിലെ 2ാമത്തെ ആരാധനാ പൂജയായ അഷ്ടമി ആരാധനയും കഴിഞ്ഞ ദിവസം ഉച്ചശിവേലിക്ക് ശേഷം വാളറയ്ക്ക് മുന്നിൽ പന്തീരടി കാമ്പ്രം സ്ഥാനികന്റെ കാർമ്മികത്വത്തിൽ നടന്നു. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കൊട്ടിയൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് ഇളനീർ വയ്പ്. അത് കഴിഞ്ഞ് നടക്കുന്ന ഇളനീരാട്ടം. അത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ, അതായത് ഇന്നലെ രാത്രിയിൽ ഏകദേശം 12 മണിക്ക് ശേഷമാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നതിന്. കനത്ത മഴ ഇടവിടാതെ ഇടയ്ക്കിടയ്ക്ക് കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ കനത്ത മഴയിലും ധാരാളം ഭക്തർ ആ കാഴ്ച കാണുന്നതിന് വേണ്ടി ഭഗവാന്റെ ശരീരം ഭഗവാനെ തണുപ്പിക്കുന്ന ആ ചടങ്ങ് അത് കാണുന്നതിനായി അവിടെ കുടകളും ഒക്കെ ചൂടി അവർ ആ തണുപ്പത്ത്, നമുക്കറിയാം കാനനമാകുന്നത് കൊണ്ട് തന്നെ ഒരു മഴ പെയ്താൽ വല്ലാത്ത തണുപ്പും ഒക്കെ അനുഭവപ്പെട്ടിട്ട് പോലും ആ തണുപ്പത്തും ആ മഴയത്തും ഭഗവാന്റെ ആ ചടങ്ങ് കാണാൻ നിരവധി ആളുകളാണ് തടിച്ചുകൂടിയിരുന്നത്.